സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളും അതിക്രമങ്ങളും നടക്കുന്ന ഒരു ഇടത്തെക്കുറിച്ചുള്ള സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വലിയ തോതിലുള്ള വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാവുന്നതുപോലെ മതമൂല്യങ്ങളെ, ധാർമ്മിക ചിന്തകളെ തകർത്തെറിഞ്ഞ് ലിബറൽ ചിന്താഗതികളെ പ്രതിഷ്ഠിക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഇടം അത് സിനിമയാണ്. സിനിമകളിലൂടെ പ്രേമവും പ്രണയവും വിവാഹേതര ബന്ധങ്ങളും ഡേറ്റിങ്ങും വൈഫ് സ്വാപ്പിങ്ങും ലഹരിയും മദ്യപാനവും കൊലപാതകവും അക്രമങ്ങളും അതിക്രമങ്ങളും പോലെയുള്ള വ്യത്യസ്തമായ തിന്മകളെ നോർമലൈസ് ചെയ്യുന്നതിൽ സിനിമകൾക്കുള്ള സ്വാധീനം വലുതാണ്. ചില ആളുകൾ പറയാറുണ്ട്, സിനിമ എന്നത് ആളുകളെ നന്നാക്കാനുള്ളതല്ല, അതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു മേഖലയാണ് എന്ന് ന്യായം പറയാറുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനപ്പുറം ഈ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള അശ്ലീലതകളെ തുറന്നു വെച്ച് കൊടുക്കുന്നത് സിനിമ എന്ന ഇടമാണ് എന്നത് പുതിയ കാലത്ത് നമ്മുടെ ചെറിയ കുട്ടികളുടെ അതരങ്ങളിൽ തത്തിക്കളിക്കുന്ന അശ്ലീല പദങ്ങൾ പോലും അതിന് സാക്ഷിയാണ്. സിനിമ മാത്രമല്ല, ചില കാർട്ടൂണുകളിൽ പോലും ഇംഗ്ലീഷ് ഭാഷയിലെ ചില പദങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ നാവുകളിൽ നിന്ന് അടർന്നു വരുന്ന അശ്ലീല വാക്കുകൾ, കൈവിരലുകൾ കൊണ്ട് അവര് അശ്ലീലത പ്രദർശിപ്പിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, മതം പഠിപ്പിക്കുന്ന ഒരു മൂല്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇത്തരം വിനോദങ്ങളും സിനിമാ മേഖലകളും മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല, ഈ സിനിമാ മേഖലയെക്കുറിച്ച് സാധാരണ പരിചയപ്പെടുത്താറുള്ളത് സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു ഇടമാണ് എന്നാണ്. പക്ഷേ ആ സിനിമാ മേഖലയിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതാണ് പുതിയ വിവാദങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള അതല്ലെങ്കിൽ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ശരീരത്തിൻ്റെ മുഴുപ്പും കൊഴുപ്പും പ്രദർശിപ്പിച്ചുകൊണ്ട് അന്യ പുരുഷന്മാർക്കിടയിൽ ശരീരത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിലൂടെ വ്യൂവർഷിപ്പ് കൂട്ടുന്ന, അതിലൂടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടുന്ന പ്രവർത്തനങ്ങളിലാണ് പല ആളുകളും കുടുംബസമേതം ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആ ആളുകൾ പോലും വിവാഹങ്ങളെന്നോ മാളുകളെന്നോ കടപ്പുറമെന്നോ വ്യത്യാസമില്ലാതെ പാട്ടുകൾക്ക് ചുവട് വെക്കുക എന്ന നാട്യേന അവർ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ ഒരു ആനന്ദം കണ്ടെത്തുന്നതിന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം എങ്ങനെയെങ്കിലും മിനി സ്ക്രീനിലേക്കോ അതല്ലെങ്കിൽ സിനിമാ ഫീൽഡിലേക്കോ എത്തണമെന്നാണ്. അങ്ങനെ എങ്ങാനും എത്തിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാലാം കിട പത്രക്കാര് അവരുടെ അടുക്കൽ ഒരു ഇന്റർവ്യൂവിന് വന്നാൽ ലോകം മുഴുവൻ കീഴടക്കിയവരെ പോലെ വലിയ വായിൽ ഫിലോസഫി പറയുന്നത് യാതൊരു മൂല്യവും ജീവിതത്തിൽ പകർത്താത്ത ആളുകളാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ വാർത്തകൾ, വീഡിയോകൾ, പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ച് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസായി അറിയപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിൽ പിറന്നു വീണവരാണ്. അവരാണ് ചെറുകിട മാധ്യമങ്ങൾക്കിടയിൽ ഇന്റർവ്യൂവിന് വേണ്ടി കടന്നു വരുന്നത്, വലിയ വായിൽ വലിയ വീരവാദങ്ങൾ പറയുന്നത്. എന്താണ് ഇവരുടെ ഡിഗ്നിറ്റി? എന്താണ് ഇവർക്കുള്ള മേന്മ? ഇവർ ചെയ്യുന്ന ഒരു തോന്നിവാസത്തിന് വിസിബിലിറ്റി കിട്ടി എന്നതിനപ്പുറം എന്ത് മേന്മയാണ് ഇവർക്കുള്ളത്? പക്ഷെ അവരുടെ ഒക്കെ ഒരു ധാരണ, ലോകം കീഴടക്കിയ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ഇത് കണ്ട് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലെ ഉമ്മമാര്, പ്രായമുള്ളവര്, ചെറിയവര് ആടാനും പാടാനും വൈറലാവാനും വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെ വൈറലായി എത്തിപ്പെടാൻ ശ്രദ്ധിക്കുന്ന ആ വിമോചനത്തിന്റെ സ്റ്റേജ്, അവിടെ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതാണ് പുതിയ കമ്മീഷനുമായി ബന്ധപ്പെട്ട അതിന്റെ അറിയിപ്പുകൾ നൽകുന്നത്. അഥവാ 6-ാം നൂറ്റാണ്ടിന്റെ മതം പരിചയപ്പെടുത്തിയ ഒരു സുരക്ഷാ ഇടം 21-ാം നൂറ്റാണ്ടിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് ലഭിക്കില്ല എന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗിക
ഭാഗികമായ വിവരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിൽപോലും കാര്യങ്ങൾ വ്യക്തമല്ല, ആര് എവിടെ എന്ത് എന്നൊന്നും വ്യക്തമല്ല. ചില പ്രമുഖരെ പേര് വിവരങ്ങൾ മാസ്ക് ചെയ്ത് ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ് പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും സമയവും അധ്വാനവും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു വിവാദം കഴിഞ്ഞാൽ അടുത്ത വിവാദം എന്ന രൂപത്തിൽ വാലിഡിറ്റി പോലുമില്ലാത്ത വിവാദങ്ങൾ നമുക്ക് തള്ളിത്തുറന്നു തരുന്നു എന്നതിനപ്പുറം ഈ വിവാദങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുവാനുള്ള ഒരു സന്ദർഭമായി കാണാൻ സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിനെ പോലെ സ്ത്രീയെ ആദരിച്ച, അവരുടെ ഐഡന്റിറ്റിയെ അംഗീകരിച്ച, അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളുന്ന, അവർക്ക് അന്തസ് നൽകിയ മറ്റൊരു ദർശനമില്ല. ഇപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സുരക്ഷ പറയുമ്പോൾ അന്യപുരുഷന്മാർ സ്വന്തക്കാരെന്ന് വ്യത്യാസമുണ്ട്. അവിടെ വിവാഹബന്ധം നിഷിദ്ധമായ മഹ്റമുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നു. അന്യപുരുഷന്മാരുമായി ഇടപെടുമ്പോൾ ഖുൽവത്ത്, അവരുമായി ഒറ്റപ്പെടുന്ന സാഹചര്യം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് തോള് തൊട്ടുരുമ്മി ഇടകലർന്നിരിക്കുന്ന ഇഖ്തിലാത്ത് എന്ന മിക്സാവുന്ന ഒരു കൾച്ചറിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖവും മുൻകൈയും ഒഴികെയുള്ളത് വൃത്തിയായ രൂപത്തിൽ, നഗ്നത മറയുന്ന രൂപത്തിൽ മറക്കുന്നതിനുള്ള ഹിജാബിന്റെ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അനാഥയാണെങ്കിൽ പോലും ഒരു കുടുംബത്തിന്റെ തണലിൽ ജീവിക്കുമ്പോൾ ആ കുടുംബം എന്ന തണൽ അവർക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച്, സുരക്ഷാബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അവൾക്ക് പഠിക്കാനും ജോലി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം അവൾക്ക് അനന്തരാവകാശ സ്വത്തിൽ അവൾക്ക് ഒരു വിഹിതം കൃത്യമായി അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കരുതലേകിയ ഒരു ആശയമാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് തല്ലി തകർത്ത് ഈ ഇസ്ലാം എന്ന അതിന്റെ ഒരു വൃത്തത്തിൽ നിന്ന് പുറത്ത് ചാടി, വളയത്തിന് പുറത്തേക്ക് ചാടി, ഞങ്ങൾ സ്വതന്ത്രരായി ലിബറലായി എല്ലാം നേടി എന്ന് കെട്ടിഘോഷിക്കുന്ന ആളുകൾ മുഖം കെടുന്ന സാഹചര്യമാണ് ദുനിയാവിലെ ഇത്തരം ചെളിക്കുണ്ടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ പഠിപ്പിക്കുന്നു, ഫഇല്ലം യസ്തജീബൂ ലക്, നിങ്ങൾ ഇസ്ലാമികമായ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്നവരും തള്ളിക്കളയുന്നവരുമുണ്ട്. അങ്ങനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, ഈ ഇസ്ലാമിക നിർദ്ദേശത്തെ തള്ളുന്നവർ താന്തോന്നികളാണ്, ദേഹേച്ഛയെ പിൻപറ്റുന്നവരാണ് എന്ന് താങ്കൾ അറിയുക. വമൻ അളല്ലു മിമൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഹുദയാകുന്ന നിർദ്ദേശം വലിച്ചെറിഞ്ഞ് ദേഹേച്ഛകൾക്ക് പിന്നാലെ താന്തോന്നികളായി പോകുന്നവരെക്കാൾ വഴിപിഴച്ചവരായി ആരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മതത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബ പരിസരങ്ങളിൽ, നമ്മുടെ വീടിന്റെ അകങ്ങളിൽ ഈ ഇസ്ലാമിക ആദർശത്തിന്റെ ആ ഒരു അന്തസത്ത നമ്മുടെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ, മാന്യതയുള്ള അന്തസ്സുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ സാധിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.